ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം നമ്മളെ സ്കൈ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ യഹൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുമായിട്ടുള്ള കുറച്ച് ക്ലിപ്സാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേഷനൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ ഞാൻ ക്ലാസ്സിലെ പിള്ളേർക്ക് അവൻ്റെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗിഫ്റ്റ്സും ചോക്ലേറ്റ്സൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോക്ലേറ്റ് നമ്മളൊരു സ്ട്രോബെറി ടെഡി തീമിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. യഹാൻ്റെ പിക്ചർ വെച്ചിട്ട് ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. യഹൻ ആർട്ട് ക്യാരി എന്നാണ് നമ്മൾ ഇൻസ്റ്റ ID. നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ആയിരുന്നു കേട്ടോ. എനിക്ക് തന്നെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുമ്പോൾ ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മൊത്തം എല്ലാം കസ്റ്റമൈസ് ചെയ്ത് വന്നപ്പോൾ എല്ലാ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. ഞാൻ കുറച്ച് റിട്ടേൺ ഗിഫ്റ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രയോൺസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഡോംസിൻ്റെ അപ്സരയുടെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അപ്സരയുടേതായിരുന്നു. കാരണം അതിൽ നല്ല കാർട്ടൂൺ പിക്ചേഴ്സൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ആ ക്രയോൺസ് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും കുഞ്ഞു പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഈ ഒരു ക്രയോൺസിൻ്റെ ബാക്ക് സൈഡിൽ യഹൻ്റെ പിക്ചർ വെച്ചിട്ട് ജസ്റ്റ് ഒരു താങ്ക്സ് നോട്ട് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നുവെച്ചാൽ എല്ലാവരും pre-KG സ്റ്റുഡൻസാണ്, എല്ലാവരും ചെറിയ ചെറിയ പിള്ളേരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടി യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ക്രയോൺസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാം ഒരു 3 വയസ്സ് 4 വയസ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന പിള്ളേരായിരുന്നു. പിന്നെ അതുപോലെ തന്നെ യഹൻ പഠിക്കുന്നത് ഒരു ക്രിസ്ത്യൻ കോൺവെൻറ്റിലാണ്. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സാണ് അവൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ കുറച്ച് ഗിഫ്റ്റ്സ് കരുതിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഉണ്ണിയേശു, പിന്നെ ഈ ഒരു ഷെൽ ലാമ്പ് ഉണ്ടല്ലോ അത്. ഇതൊരു എന്താ പറയുക, ഒരു പേഴ്ഷ്യലാണ്. നല്ല രസമുള്ള ഒരു ലാമ്പാണ് കേട്ടോ. ഞാൻ 2 ഷെയ്ഡിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ഷെയ്ഡും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫുള്ളൊരു ഡാർക്ക്നെസ്സിൽ ഇത് ഇങ്ങനെ കത്തിക്കുമ്പോൾ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു എസ്തറ്റിക് വൈബുള്ളൊരു ലാമ്പ്, ക്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഗിഫ്റ്റ്സാണ് കേട്ടോ നമ്മൾ യഹാൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. എനിക്ക് നല്ലോണം എന്താ പറയുക, നല്ല തരത്തിൽ തന്നെ ഫീവർ പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ സൗണ്ടൊന്നും അങ്ങനെ സെറ്റായിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിൽ ഇങ്ങനെ കുറേ ആയാലോ വീഡിയോ എടുത്തിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും വേണ്ടില്ല, അതിൽ തന്നെ വോയിസ് ഓവർ ചെയ്യാൻ ഞാൻ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ്സൊക്കെ ആയിട്ട് നമ്മൾ യഹാൻ്റെ സ്കൂളിൽ പോയിട്ടോ. അപ്പോൾ യഹാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതാണ് നമ്മൾ യഹാൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് നമ്മളെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ യഹാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം 1 വീക്കായി യഹാൻ സ്കൂളിൽ പോയിട്ട് ആൾക്കും ഫീവറൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ എല്ലാവരും പ്ലേ ഗ്രൗണ്ടിലായിരുന്നു കേട്ടോ. ക്ലാസ് റൂമിൽ നിന്ന് മാറിയിട്ട് എല്ലാവരും കളിക്കുന്ന ആ ഒരു ഏരിയയിലായ കാരണം എല്ലാവരും കുറച്ചും കൂടി ഹാപ്പി ആയിരുന്നു. യഹനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു നെർവസ് ഉണ്ടായിരുന്നു. കാരണം കുറേ ദിവസമായല്ലോ ക്ലാസ്സിൽ പോയിട്ട്. അപ്പോൾ ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുകയില്ല, ഒരു എന്താ പറയുക, ഒരു കോപ്പറേഷൻ ഇല്ലാത്ത പോലെ, മൂപ്പരൊരു ജീവനില്ലാത്ത പോലെ നിന്നായിരുന്നത്. കാരണം മൂപ്പർക്ക് തന്നെ എക്സൈറ്റ്മെൻറ്റ് കൂട്ടെ എന്താ അവിടെ നടക്കണമെന്ന് മൂപ്പർക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ്സ് എല്ലാവർക്കും എക്സ്ചേഞ്ച് ചെയ്തു. ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമായി ഗിഫ്റ്റ് കേട്ടോ. അതെന്നെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ യഹനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം യഹൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒക്കെ ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വിറ്റ്നസ് ചെയ്യുന്നത്. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് അൽഹംദുലില്ലാ. ഗിഫ്റ്റ്സ് എല്ലാം കൊടുത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഒരുമിച്ച് വിഷൊക്കെ ചെയ്തു, പിന്നെ താങ്ക്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എൻ്റെയും യഹൻ്റെയും ഒക്കെ മനസ്സിൽ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആണ്. കാരണം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണല്ലോ. സോ ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ. അൽഹംദുലില്ലാ എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ തന്നെ ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാലും അവർ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഗിഫ്റ്റ്സൊക്കെ. കാരണം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും നോർമലി കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറ്, നിങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ നമ്മളവിടുന്ന് നേരെ പോയത് നമുക്കൊരു വെഡിങ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം കൊണ്ട് യഹാൻ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡ്രസ്സ് എങ്ങാനും കേടാക്കുമോ എന്നുള്ള പേടിയായിരുന്നു. കാരണം നമുക്ക് വെഡിങ്ങിന് കുറച്ച് ലോങ് ആണ്, അവിടെ വരെ എത്തണമല്ലോ. അപ്പോൾ യഹാൻ ആ ടൈമിൽ അവിടെ ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഫുൾ ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. രാവിലെ മുതലേ എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല. ഒന്നാമത് വയ്യ, പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിങ്ങും കാര്യങ്ങളും, പിന്നെ യഹാൻ്റെ സ്കൂളിൽ പോകേണ്ടതും പാക്കിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ബിസി തന്നെയായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മളിപ്പോൾ വെഡ്ഡിങ് ഫംഗ്ഷൻ എത്തി. അവിടെ കുറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കാരണം എനിക്ക് വേഗം അവിടെ നിന്ന് ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വേഗം ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച്. അപ്പോൾ യഹനാണെന്നുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീം കൊടുത്തിട്ട് മതിയാവണില്ല. അവന് 2-3 ഐസ്ക്രീം കഴിച്ചിട്ട് ഓൾറെഡി മൂപ്പർക്ക് ചെറുതായിട്ടൊരു കഫ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഐസ്ക്രീം കൂടെ പറയാൻ മഴ കുറട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ അന്തരീക്ഷമേ ഇരുന്നില്ല. ഒരു ഈവനിങ് ഒക്കെ ആവാനായപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എന്നും വാങ്ങിക്കാറുള്ളതാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ കൂടെ വരുമ്പോൾ ഇന്നും നമ്മൾ ഈ ഒരു തരം ഐസ്ക്രീം വാങ്ങിക്കും. ഇത് നമ്മുടെ റോബസ്റ്റ് പഴം ഉണ്ടല്ലോ, അത് വെച്ചുണ്ടാക്കുന്ന ഐസ്ക്രീമാണ്. നല്ല രസമാണ് കേട്ടോ. തണുപ്പത്ത് കഴിക്കാൻ വേണ്ടി പ്രത്യേക ഒരു തരം ഫീൽ തന്നെ. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി കേട്ടോ. നമ്മുടെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, ആൾക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒപ്പം എനിക്കും കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു ഹാമ്പറിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഇത് ട്രെൻഡിങ് ആയ ടൈമിൽ നമുക്ക് കിട്ടാനേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏത് ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇതാണ്. പക്ഷേ എനിക്കെന്തോ ഇതിൻ്റെ കളേഴ്സൊന്നും അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്നാലും മൊത്തത്തിലൊന്ന് നോക്കി എടുക്കാമെന്ന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്കെന്താ കളേഴ്സൊന്നും അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇത് തോന്നിയില്ല. അപ്പോൾ ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് ഹാമ്പറിക്കുള്ള കുറച്ച് പെൻഡൻസും പിന്നെ ഇയറിങ്സൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇയറിങ്സിൻ്റെ ഒക്കെ നല്ലോണം കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ നമുക്കത് എടുക്കാൻ വേണ്ടി തോന്നും. പക്ഷെ നമ്മളിതൊന്നും യൂസ് ചെയ്യാത്ത കാരണം എന്താ നമ്മളൊക്കെ ഇപ്പോൾ ചെറിയ ഐറ്റംസൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുള്ളൂ. ഇത്ര ഹാങ്ങിങ്സ് ഉള്ളതൊന്നും യൂസ് ചെയ്യില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എടുക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ സെലക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ ക്ലിപ്സ് ഞാൻ നോക്കിയിട്ട് 2-3 ഷോപ്പിലൊക്കെ പോയിട്ടും എനിക്ക് അങ്ങോട്ട് പറ്റിയ ക്ലിപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ക്ലിപ്സ്. അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഷോപ്പ് ചെയ്യണ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആകെ ടയർഡ് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുതിയതായിട്ട് വന്ന ഷോപ്പാണ് നമ്മളവിടെ കോഫി പീഡിയ എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ അത്. ക്രീമി ഫ്രൈസ് വിത്ത് ചിക്കൻ നല്ല യമ്മാണ്. അതുപോലെ തന്നെ നല്ല ചീസിയാണ്, നല്ല ജ്യൂസിയാണ്. എന്താ പറയുക, ഒരെണ്ണം വാങ്ങിച്ചത് നമുക്ക് 2-3 പേരൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കസിന് വാങ്ങിച്ചതെന്നാണ് കേട്ടോ. ഒരു മിൻലൈമും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് കഴിച്ച് തീർക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി, കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തി. പിന്നെ ഞാൻ വാങ്ങിച്ച കുറച്ച് ക്ലിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ കുറച്ച് ക്ലിപ്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം പിൻട്രസ്റ്റ് ടൈപ്പ് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഞാൻ ഹാമ്പറിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ കുറച്ച് പേഴ്സണൽ യൂസിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനിത് ഓൺലൈനിൽ വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ എല്ലാത്തിനും നല്ല പ്രൈസാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാതും ഒരു 10 റുപ്പീസ് മുതൽ 30 റുപ്പീസിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളൂ കേട്ടോ ഞാൻ വാങ്ങിച്ചല്ല ഈ ക്ലിപ്സ് എല്ലാതും. ഇത് കുറച്ചൊരു കുറച്ചൊരു ബിഗ് ആയിട്ടുള്ളൊരു ക്ലോ ക്ലിപ്പാണ് കേട്ടോ. നല്ലൊരു ആസ്തറ്റിക് വൈബുള്ളത്. ഇതാണ് ഞാൻ ഫസ്റ്റായിട്ട് എനിക്ക് എടുത്തിട്ടുള്ളത്. ഇത് എനിക്ക് പേഴ്സണലി ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്, എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബാക്കിയെല്ലാം ഹാമ്പറിലൊക്കെ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ കണ്ട് ഇതിനൊക്കെ ജസ്റ്റ് 10 റുപ്പീസ് വരുന്നുള്ള ഒരു മിനി വേർഷൻ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ചൂസ് ചെയ്തെടുത്ത കളേഴ്സാണ് കേട്ടോ ഇതെല്ലാതും. എല്ലാതും എന്താ പറയുക, എല്ലാം പിൻട്രസ്റ്റ് ഐറ്റംസ് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. കാരണം ഞാൻ പറഞ്ഞു കളേഴ്സൊന്നും എനിക്ക് ഇഷ്ടപ്പെടാണ്ട് കുറേ ഷോപ്പിൽ നടന്നിട്ട് ലാസ്റ്റ് കണ്ടെത്തിയ ഷോപ്പിൽ നിന്നാണ് നമ്മളിതൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇത് എനിക്ക് തോന്നി. ഷെയ്ഡ് കണ്ടില്ലേ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത പോലെ ആയിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കളറ്. പിന്നെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. പ്രൈസ് ഇത്ര ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല, നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് എടുത്തെന്നുള്ളൂ. നമുക്ക് ഹാമ്പേഴ്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ ഹാമ്പറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലൊക്കെ കാണുന്ന സമയത്ത് പ്രൈസൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റോക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ആസ്ട്രോണമറിൻ്റെ ഒരു ബാക്ക് ചാം ഒരു കീ ചെയിനാണ്. ഇപ്പോൾ പിന്നെ ഇതെല്ലാം ബാക്ക് ചാമായിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ ഹാമ്പറിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ 2 ബാക്ക് ചാമും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് ബാക്ക് ചാമിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ട്രെൻഡിങ് ആണല്ലോ ഈ ഒരു ബാക്ക് ചാം. ഈ ഒരു ബാക്ക് ചാം കണ്ടോ, ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. നല്ല രസമുള്ള ഒരു സീ ബ്ലൂ കളറിൽ വരുന്നത്. നല്ലൊരു ഷെല്ല് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ഫിഷൊക്കെ ആയിട്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു ഇതില്ലേ ഭയങ്കര കാമിങ് ആയിട്ട് തോന്നാറുണ്ട്. ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ട് ഇത് ഗ്ലിറ്റേഴ്സ് ഇങ്ങനെ എല്ലാം കാമായിട്ട് കിടന്നിട്ട് പിന്നെ അതിനുള്ളിൽ കാണുമ്പോൾ ആ ഒരു നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിനുള്ളിൽ മൈൻഡൊക്കെ ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാണാനും നല്ലൊരു ഭംഗിയാണ്, നല്ല കളറാണ്. എന്താ പറയുക, ഇത് ഞാൻ ഹാമ്പറിലൊക്കെ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷെ ഇടയ്ക്ക് തോന്നും വേണ്ട ഇത് വെക്കണ്ട, എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ തോന്നും. പക്ഷേ എൻ്റെ ഇരുന്നിട്ടും കാര്യമില്ല, ഞാൻ അത് യൂസ് ചെയ്യില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുള്ളൂ കേട്ടോ. പിന്നെ ഇത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ. ഇത് കുറച്ച് റേറ്റുള്ള ഒരു ബാക്ക് ചാം വരുന്നു കേട്ടോ. ബാക്കിയുള്ളതിനൊന്നും അത്ര പ്രൈസ് ആയിട്ടില്ല. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ എത്ര അത് മനസ്സിലാവണമെന്ന് അറിയണില്ല.
നല്ല ക്വാളിറ്റിയാണ് അത്, വെയിറ്റും ഉണ്ട് അത്യാവശ്യം അത്. പിന്നെ ഇതാ ഈ ഒരു സ്പൈഡർമാൻ്റെ ഒരു ബാക്ക് ഷാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് യഹന് വേണ്ടി എടുത്തതാണ് കേട്ടോ. ബർത്ത്ഡേയിൽ എന്തെങ്കിലും ചെറിയൊരു ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചെടുത്തതാണ്. കാരണം മൂപ്പര് ഭയങ്കര സ്പൈഡർമാൻ്റെ ഫാനാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ സ്പൈഡർമാൻ്റെ കളറൊന്നും ഭയങ്കര ഇഷ്ടമല്ല. എസ്തറ്റിക് ആയി പോയോ കൊണ്ടാണോയെന്ന് അറിയില്ല. പിന്നെ ഇങ്ങനത്തെ കളേഴ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. സ്റ്റിൽ അവനക്ക് കണ്ടപ്പോൾ ഇഷ്ടമാവുമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൈറ്റൊക്കെ കത്തുട്ടാം. ഞാനിപ്പോൾ ഫുള്ള് ബാഗായാലും വാട്ടർ ബോട്ടിലായാലും വാച്ചും എല്ലാം സ്പൈഡർമാൻ്റെ ആണ്. എന്ത് സാധനം വേണമെന്ന് പറഞ്ഞാലും പറയാം എനിക്ക് സ്പൈഡർമാൻ്റെ മതി. എനിക്കാണെങ്കിൽ കുറേ ഇങ്ങനെ റെഡ് ബ്ലൂ ഒക്കെ കാണുമ്പോൾ എന്തോ ഒരുപോലെ. സ്റ്റിൽ അവൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചെന്നുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.